നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൂച്ചയുടെ കടിയേറ്റ് ചികിത്സയിലിരുന്ന 11 വയസ്സുകാരി മരിച്ചു. ജീവൻ നഷ്ടമായത് പന്തളം കടക്കാട് സ്വദേശിനിക്ക്. കുട്ടിക്ക് കടിയേറ്റത് വീട്ടിൽ വെച്ച്. മരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ. ആറ്റിങ്ങലിൽ 1.25 കിലോ MDMA-യുമായി 4 പേർ പിടിയിൽ. കൊച്ചി പള്ളിമുക്കിൽ 4 ഗ്രാം MDMA-യുമായി 2 പേർ അറസ്റ്റിൽ. കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്ന് 22.55 ഗ്രാം MDMA-യുമായി യൂട്യൂബർ അറസ്റ്റിൽ. കോഴിക്കോട് കക്കാടംപൊയിലിൽ വീണ്ടും കാട്ടാനയാക്രമണം. വീട് തകർത്തു. തൊടുപുഴയിൽ നാടിനെ വിറപ്പിച്ച് വീണ്ടും കാട്ടുകൊമ്പന്മാർ. ആശങ്കയിൽ പ്രദേശവാസികൾ. കലൂരിൽ ആനക്കൂട്ടം. പ്രതിഷേധങ്ങൾക്ക് വഴങ്ങില്ല. ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സവാരിക്ക് അനുവദിക്കില്ല. ജാഗ്രതാ നിർദ്ദേശം തുടർച്ചയായി ലംഘിച്ചെന്ന് ജില്ലാ ഭരണകൂടം. ദുരിത സാഹചര്യമെന്ന് ജീപ്പ് ഉടമകളും തൊഴിലാളികളും. വാർത്തകളിലേക്ക് വിശദമായി. പൂച്ചയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന 11 വയസ്സുകാരി മരിച്ചു. പന്തളം കടക്കാട് സ്വദേശിനി ഹന്ന ഫാത്തിമയാണ് മരിച്ചത്. പെൺകുട്ടി പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് എടുത്തിരുന്നു. വീട്ടിലെ വളർത്തുപൂച്ചയിൽ നിന്നാണ് കടിയേറ്റത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുകയാണ്. ശശി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുവി, ഈ മാസം 2-നാണ് ഈ പന്തളം സ്വദേശിനിയായ 11 വയസ്സുകാരി ഹന്ന ഫാത്തിമയ്ക്ക് വീട്ടിലെ വളർത്തുപൂച്ചയുടെ കടിയേറ്റത്. തുടർന്ന് അടൂർ താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നു. 2ാം ഘട്ട വാക്സിൻ എടുക്കാൻ ചെന്നപ്പോഴാണ് ചില അസ്വസ്ഥതകൾ ഉണ്ടാവുകയും തുടർന്ന് പത്തനംതിട്ട ജില്ലാശുപത്രിയിൽ കൊണ്ടുപോയും അസ്വസ്ഥതകൾ കൂടുകയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് ഇപ്പോൾ കുട്ടി മരിച്ചിട്ടുള്ളത്. ഏതായാലും വളർത്തുപൂച്ചയുടെ കടിയേറ്റാണ്, മുഖത്ത് കടിയേറ്റാണ് കുട്ടി മരിച്ചിട്ടുള്ള നിഗമനത്തിലാണ് വീട്ടുകാർ. പക്ഷേ ഇക്കാര്യം ആരോഗ്യവകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പേവിഷബാധയാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ സ്ഥിരീകരണം ഉണ്ട്. ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ കുട്ടിയുടെ മരണത്തിനെന്ന കാര്യത്തെക്കുറിച്ച് ഇനി വ്യക്തമാകാനുണ്ട്. എന്തായാലും ഈ വാക്സിൻ എല്ലാം കൃത്യമായി എടുക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയിലാണ് ഈ കുട്ടി ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഈ മാസം 2-ാം തീയതിയാണ് പന്തളം കടക്കാട് സ്വദേശിനിയായ ഹന്ന ഫാത്തിമ, 11 വയസ്സുള്ള 6ാം ക്ലാസ്സുകാരിയാണ്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടുള്ളത്. അതായത് ഇനിയും ആരോഗ്യവകുപ്പിന്റെ സ്ഥിരീകരണങ്ങൾ നമുക്ക് വരണം. പേവിഷബാധയാണോ ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ എന്നതിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പേവിഷബാധയ്ക്കുള്ള എല്ലാ കുത്തിവയ്പ്പും, അത് ആദ്യത്തെ ഡോസ് എടുക്കുകയും പിന്നീട് 2ാം ഡോസ് എടുക്കുന്ന സമയത്താണ് കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടായും പിന്നീട് ആശുപത്രി കൊണ്ടുപോയി ചെയ്തത്. എന്തായാലും കുട്ടി മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ആരോഗ്യവകുപ്പ് വിശദമായ ഒരു പരിശോധന നടത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സുവി, ശശി, അതുപോലെ തന്നെ ഈ പൂച്ചയ്ക്ക് പേവിഷം ഉണ്ടായിരുന്നോ അതോ പൂച്ചയെ വളർത്തുപൂച്ചയായിരുന്നോ? അതിനെ അതിനെ കുത്തിവയ്പ് എടുത്തിരുന്ന പൂച്ചയായിരുന്നു? അസുഖി, അത്തരം കാര്യങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ്. അതിന് അത്തരം ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയും. പക്ഷെ അത് ഇനിയും പരിശോധന നടത്തേണ്ടി വരും. ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അത്തരം പരിശോധനയിലേക്ക് പോകേണ്ടതായി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പേവിഷബാധ ഏറ്റാണോ കുട്ടി മരിച്ചതെന്നുള്ള കാര്യത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. എന്തായാലും ഈ പൂച്ചയുടെ കടിയേറ്റതിന് ശേഷമാണ്, മുഖത്ത് കടിയേറ്റതിന് ശേഷം മുറിവുണ്ടായിരുന്നു. അതിനുശേഷം ചികിത്സയെ തുടർന്നാണ് അതിന് വാക്സിൻ എല്ലാം ആ സമയത്ത് എടുക്കുകയും ചെയ്തു. പിന്നീടാണ് മരണം സംഭവിച്ചത്. അത് പേവിഷബാധയാണോ എന്നുള്ള കാര്യത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടുള്ള ആരോഗ്യവകുപ്പ് വിശദമായ ഒരു പരിശോധന നടത്തിയതിനു ശേഷമേ അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായുള്ളൂ. തുടർച്ചയായിട്ടുള്ള ഡോസ്, അതായത് പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് കൃത്യമായി എടുത്തത്. 2ാം ഡോസ് എടുക്കുന്ന സമയത്താണ് ഈ അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുകയും പിന്നീട് പത്തനംതിട്ട ജില്ലാശുപത്രിയിലേക്ക് അവിടെ നിന്നും സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് ആ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. സുവി, പത്തനംതിട്ടയിൽ പൂച്ചയുടെ കടിയേറ്റ് ചികിത്സയിലിരുന്ന 11 വയസ്സുകാരിയാണ് മരിച്ചിരിക്കുന്നത്. കുട്ടി 2ാം ഘട്ടത്തെ പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് എടുത്തു. അതിനുശേഷമാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്ന വിവരങ്ങളാണ് ശശിനാരായണൻ പങ്കുവയ്ക്കുന്നത്. ആറ്റിങ്ങൽ കല്ലമ്പലത്ത് 1.25 കിലോ MDMA-യുമായി 4 പേർ പിടിയിൽ. 4.5 കോടിയോളം രൂപ വില വരുന്ന രാസലഹരി ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത്. സഞ്ജു, നന്ദു, ഉണ്ണികൃഷ്ണൻ, പ്രവീൺ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന MDMA രാജ്യത്തെ പല മേഖലകളിൽ വിൽക്കാനായിരുന്നു പദ്ധതി. വിദേശത്ത് നിന്ന് ബാഗേജിലാണ് MDMA കടത്തിക്കൊണ്ടുവന്നത്. ഇന്നലെ രാത്രി വിമാനത്താവളത്തിലെത്തിയ പ്രതികൾ ഇന്നോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇവർ MDMA ഈത്തപ്പഴപ്പെട്ടിക്കുള്ളിലാക്കി കടത്താൻ ശ്രമിക്കവെയാണ് പിടിയിലാകുന്നത്. കുറച്ചു ദിവസങ്ങളായി
റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ നീക്കം. സംഭവത്തിൽ വർക്കല സ്വദേശി സഞ്ജു, വലിയവിള സ്വദേശി നന്ദു, ഉണ്ണിക്കണ്ണൻ, പ്രവീൺ എന്നിവരാണ് പിടിയിലായത്. മയക്കുമരുന്ന് മാഫിയയുടെ ഇടയിൽ ഡോൺ എന്നാണ് സഞ്ജുവിനെ അറിയപ്പെടുന്നത്. ഇയാളുടെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിരുന്നു. സഞ്ജു ഈ മാസം ആദ്യവും നന്ദു കഴിഞ്ഞ മാസവുമാണ് വിദേശത്തേക്ക് പോയത്. വിദേശ ബന്ധമുള്ള ലഹരി മാഫിയയുടെ കാരിയർമാരായി ഇവർ പ്രവർത്തിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. എറണാകുളത്ത് 2 ഇടങ്ങളിലായി ലഹരിവേട്ട. പള്ളിമുക്കിലെ ലോഡ്ജിൽ നിന്ന് 4 ഗ്രാം MDMA-യും 30 LSD സ്റ്റാമ്പുകളുമായി 2 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ലക്ഷദ്വീപ് സ്വദേശിനി ഫരീദ, മൂവാറ്റുപുഴ സ്വദേശിനി ശിവജിത്ത് ശിവദാസ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. കാക്കനാട്ടെ പാലച്ചുവട്ടിലെ ഫ്ളാറ്റിൽ നിന്നാണ് യൂട്യൂബർ വിൻസിയും സുഹൃത്ത് യാസിറും പിടിയിലായത്. 22.55 ഗ്രാം MDMA-യാണ് ഇവരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തത്. കെറ്റാമെലോൺ ഡാർക്ക് നെറ്റ് ലഹരി ഇടപാടിൽ അന്വേഷണത്തിനൊരുങ്ങി ED. കേസിന്റെ വിശദാംശങ്ങൾ NCBയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടി. ലഹരി ഇടപാടുകളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചതായാണ് സംശയം. ലഹരി ഇടപാടുകളിലൂടെ നേടിയ പണം എന്തു ചെയ്തു എന്നത് സംബന്ധിച്ച് ഇതുവരെയും വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. കോടികളുടെ ലഹരി വിൽപ്പനയാണ് സംഘം കഴിഞ്ഞ കുറച്ചു നാളുകൾക്കുള്ളിൽ നടത്തിയത്. ക്രിപ്റ്റോ കറൻസി വഴി ഇടപാടുകൾ നടന്നതിനാൽ തുക എത്രയെന്നതു സംബന്ധിച്ച വ്യക്തമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. ഇത് ആരുടെ പക്കലാണെന്നും എവിടെ നിക്ഷേപിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. രാജ്യത്തിന് വെല്ലുവിളിയാകുന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന സംശയവും EDക്കുണ്ട്. കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരശേഖരണമാണ് നിലവിൽ ED നടത്തിയിരിക്കുന്നത്. അതിനിടെ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം NCB നടത്തിയിരുന്നു. 2019 മുതൽ ഡിയോൾ രാജ്യാന്തര തലത്തിൽ ലഹരി ഇടപാടുകൾ തുടങ്ങി. 2019 മുൻപ് തന്നെ ഡിയോളും ഭാര്യ അഞ്ജുവും പാഞ്ചാലിമേടിലെത്തുകയും 2021 ഇവരുടെ റിസോർട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. എഡിസണെയും അരുൺ തോമസിനെയും പോലുള്ള സഹപാഠികൾക്ക് പുറമെ റിസോർട്ടിലെത്തിയിരുന്നത് ഡിയോളിന്റെ പറവൂരിൽ നിന്നുള്ള സുഹൃത്ത് സംഘമായിരുന്നു. അറസ്റ്റിലായ സമയത്ത് നടത്തിയ റെയ്ഡിൽ കെറ്റാമിൻ സൂക്ഷിച്ചതിന്റെ അവശിഷ്ടങ്ങളും ഡിയോളിന്റെ പറവൂരിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഡിയോളിന്റെ റിസോർട്ട് ലഹരി പാർട്ടികളുടെ കേന്ദ്രമായിരുന്നുവെന്നാണ് NCBയുടെ കണ്ടെത്തൽ. പ്രതികളുടെ ലഹരി ഇടപാടിന് സഹായിച്ചുവെന്ന കുറ്റത്തിനാണ് ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനെ NCB അറസ്റ്റ് ചെയ്തത്. ലഹരി ഉപയോഗത്തിന് പുറമെ ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി വിൽപ്പനയും റിസോർട്ടിൽ നടന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എഡിസൺ മുംബൈയിലും പൂനെയിലും ജോലി ചെയ്തപ്പോൾ ഓസ്ട്രേലിയ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിലേക്ക് മാരക ലഹരി മരുന്നായ കെറ്റാമിൻ എത്തിച്ചതായും തെളിവ് ലഭിച്ചു. അതേസമയം ലഹരി ഇടപാടിലെ സാമ്പത്തിക തർക്കങ്ങളാണ് എഡിസണെ കൊടുക്കിയതെന്നും സൂചനയുണ്ട്. അതിനിടെ ലഹരിക്കായി ഡാർക്ക് വെബ് സന്ദർശിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടിയിട്ടുണ്ട്. കെറ്റാമെലോൺ എന്നാൽ എഡിസൺ ആണെന്ന് NCB വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. 2023 സമ്പാട കാർട്ടലിനെ പൂട്ടിയ റെയ്ഡിന്റെ സമയത്ത് തന്നെയാണ് ഡിയോളിന് കൊച്ചി ഫോറിൻ പോസ്റ്റ് ഓഫീസിൽ വന്ന ഒരു പാഴ്സൽ NCB പിടിച്ചെടുക്കുന്നത്. ഇപ്പോഴത്തെ അറസ്റ്റിലേക്കടക്കമുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു. ന്യൂസ് 18 കൊച്ചി. ആലപ്പുഴ ചെന്നിത്തല നവോദയ സ്കൂളിൽ ദേശീയ കായിക താരമായ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി നേഹയെയാണ് ഹോസ്റ്റൽ ശുചിമുറിക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ നിലവിൽ ലഭിച്ചിട്ടില്ലെന്നും വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്കൂൾ സന്ദർശിച്ച ശേഷം മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. പുലർച്ചെ 4:30യോടെയാണ് നേഹയുടെ മൃതദേഹം പെൺകുട്ടികളുടെ ഹോസ്റ്റലായ ആരവല്ലിയുടെ ശുചിമുറിക്ക് സമീപം കണ്ടെത്തിയത്. സ്റ്റെയർകേസിന്റെ ഹാൻഡ് റെയിലിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കുട്ടി. ഇന്നലെ വൈകുന്നേരം നടന്ന പരിപാടികൾ ഉൾപ്പെടെ വളരെ സജീവമായി നേഹ ഉണ്ടായിരുന്നുവെന്ന് ക്ലാസ് ടീച്ചർ അമ്പിളി പറഞ്ഞു. മരണത്തിലേക്ക് നയിച്ച കാരണമെന്തെന്ന് കണ്ടെത്താനായിട്ടില്ല. ഇന്നലെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പങ്കെടുത്തതിൽ അവരെ ഹെൽപ്പ് ചെയ്യുകയും അവരുടെ മേക്കപ്പ് ഒക്കെ തുടച്ചു കളയുകയും ഒക്കെ ചെയ്തു രാത്രി വരെ. അപ്പം അതുവരെയും ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു അസ്വാഭാവികതയും നമ്മൾ കണ്ടിട്ടില്ല. കുട്ടികളുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ സംസാരിച്ചു. അവരും പറയുന്ന ഒന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആറാട്ടുപുഴയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി കുടുംബാംഗമായ നേഹ ദേശീയ ബാസ്കറ്റ്ബോൾ താരമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സംഭവത്തിൽ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനി എന്താണ് ഇങ്ങനൊരു കൃത്യം ചെയ്തതെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ പോലീസ് ഇപ്പോൾ എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്.
ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളും ഇവിടെ വന്നിപ്പോൾ ആദ്യഘട്ട പരിശോധന നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കളക്ടറെടുക്കെ സംസാരിച്ചു. എത്രയും വേഗം കളക്ടറും പോലീസ് സൂപ്രണ്ടും SP അടക്കം സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന വേണം. ആരെയെങ്കിലും ഇതിന്റെ പേരിൽ ക്രൂശിക്കാനോ മോശപ്പെടുത്താനോ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. അതേസമയം ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ കൌൺസിലിംഗ് ഉൾപ്പെടെ ലഭ്യമാക്കുന്നില്ലെന്ന് ആരോപിച്ച് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കളുമായി അകന്ന് താമസിച്ചു പഠിക്കുന്ന ഒരിടമാണ് നവോദയ സ്കൂൾ. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള കൌൺസിലിംഗ് സംവിധാനമടക്കം അവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. എന്നാൽ അക്കാര്യങ്ങളിൽ പരിമിതികളുണ്ട് എന്നുള്ള ആരോപണവും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ചെന്നിത്തലയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഓട്ടിസം ബാധിച്ച 6 വയസ്സുകാരനെ രണ്ടാനമ്മയുടെ ക്രൂരമർദ്ദനം. കുട്ടിയെ ഭക്ഷണം നൽകാതെ പട്ടിണി കിട്ടുവെന്നും ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ചു എന്നുമാണ് പരാതി. അധ്യാപിക കൂടിയായ നിലമ്പൂർ വടപ്പുറം സ്വദേശിനി ഉമേറയ്ക്കെതിരെ ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. ജൂൺ 4-ന് സ്കൂൾ സന്ദർശിക്കാനെത്തിയപ്പോഴാണ് കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ KT അബ്ദുസമദ് ശരീരത്തിലെ മുറിവുകൾ ശ്രദ്ധിച്ചത്. തുടർന്ന് അബ്ദുസമദ് ചൈൽഡ് ലൈനിനെ വിവരമറിയിച്ചു. ചൈൽഡ് ലൈൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തതോടെ കുട്ടിയുടെ രണ്ടാനമ്മ ഉമൈറ ഒളിവിൽ പോയി. കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണങ്ങിയ പാടുകളുണ്ട്. സംസാരശേഷിയില്ലാത്ത കുട്ടിക്ക് ക്രൂരമായ പീഡനങ്ങൾ രണ്ടാനമ്മയിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നതായി KT അബ്ദുൽ സമദ് പറഞ്ഞു. കുട്ടിയുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ ദേഹത്ത് പൊള്ളിയ പാടും മുറിവുകളും കണ്ടത് പ്രകാരം ഞങ്ങൾ ചൈൽഡിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റ് അവർ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തു. അത് പ്രകാരം അവർ നമ്മളെ വിളിച്ച് മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കുട്ടിയുടെ രണ്ടാനമ്മേനെ പ്രാഥമിക അന്വേഷണത്തിൽ അവർ സമ്മതിച്ചുകൊണ്ടെന്നാണ് അറിഞ്ഞത്. രണ്ടാമത് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത ശേഷം അവൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ അറിവ്. അമ്മയുടെ മരണശേഷം അബ്ദുൾ സമദിന്റെ സംരക്ഷണയിലായിരുന്നു ഓട്ടിസം ബാധിതനായ കുട്ടി. പിന്നീട് കുട്ടിയുടെ പിതാവ് കോടതിയെ സമീപിച്ച് കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു. പുതിയ സാഹചര്യത്തിൽ മലപ്പുറം കുടുംബ കോടതി താൽക്കാലിക ഉത്തരവിലൂടെ കുട്ടിയുടെ സംരക്ഷണം അബ്ദുൾ സമദിനും ഭാര്യയ്ക്കും കൈമാറിയിട്ടുണ്ട്. ഒളിവിൽ പോയ പ്രതിക്കെതിരെ അന്വേഷണം ഊർജിതമാണെന്ന് പെരിന്തൽമണ്ണ പോലീസ് പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് കക്കാടംപൊയിലിൽ വീണ്ടും കാട്ടാനയാക്രമണം. പുലർച്ചെയാണ് സംഭവം. ആനയുടെ ആക്രമണത്തിൽ വിലങ്ങുപാറ സ്വദേശി VG ജോസഫിന്റെ വീടിന്റെ ഒരു ഭാഗം ആന തകർത്തിട്ടുണ്ട്. ഇടുക്കി തൊടുപുഴയിൽ നാടിനെ വിറപ്പിച്ച് കാട്ടുകൊമ്പന്മാർ. വനമേഖലയിൽ നിന്ന് അകലെയുള്ള കലൂരിലാണ് കാട്ടാനകൾ എത്തിയതിന്റെ അമ്പരപ്പിലും ആശങ്കയിലുമാണ് പ്രദേശവാസികൾ. ദീർഘനേരത്തെ ശ്രമത്തിനു ശേഷം വനംവകുപ്പ് ആനകളെ സമീപത്തെ വനമേഖലയിലേക്ക് തുരത്തി. പുലർച്ചെയാണ് കല്ലൂരിലെ കൃഷിയിടത്തിലേക്ക് കാട്ടാനകൾ എത്തിയത്. ആദ്യമായാണ് ഇവിടെ കാട്ടാനകൾ എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ആനകൾ മുള്ളരിങ്ങാട് വനമേഖലയിൽ നിന്നെത്തിയതാകാമെന്നാണ് നിഗമനം. അങ്ങനെയെങ്കിൽ നിരവധി ജനവാസ മേഖലകൾ പിന്നിട്ടാണ് കൊമ്പന്മാർ കല്ലൂരിലെത്തിയത്. വനമേഖലയിൽ നിന്ന് അകലെയുള്ള പ്രദേശത്ത് കാട്ടാനകൾ എത്തിപ്പെട്ടതിൽ വനംവകുപ്പിനും ആശങ്കയുണ്ട്. സമീപത്തെങ്ങും വനമേഖലയില്ലാത്തത് ആനകളെ തുരത്തുന്നത് ദുഷ്കരമാക്കി. കല്ലൂർ പുഴ കടന്ന് പയ്യാവ് സഞ്ചരിച്ച് പിന്നീട് കിടങ്ങൂരിലെത്തിയ ആനകളെ പടക്കം പൊട്ടിച്ചും മറ്റും തുരത്താൻ വനംവകുപ്പ് ശ്രമിച്ചു. പ്രധാന റോഡുകളിലൂടെ ആനകൾ തലങ്ങും വിലങ്ങും ഓടി. ഇതോടെ നാട്ടുകാരും പരിഭ്രാന്തിയിലായി. ഒടുവിൽ മണിക്കൂറുകൾ ശ്രമിച്ച ശേഷമാണ് ആനകളെ പടക്കം പൊട്ടിച്ച് മുള്ളരിങ്ങാട് വനമേഖലയിലേക്ക് കയറ്റിവിട്ടത്. കാട്ടാനകൾ വീണ്ടും എത്തുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഇടുക്കി. നിരോധനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമ്പോഴും ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജീപ്പ് സവാരി അനുവദിക്കാനാവില്ലെന്ന നിലപാടിൽ ജില്ലാ ഭരണകൂടം. ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശങ്ങൾ 8 മാസം മുൻപ് നൽകിയിരുന്നുവെങ്കിലും അതൊന്നും നടപ്പായില്ലെന്ന വിലയിരുത്തലിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. അതേസമയം നിരവധി കുടുംബങ്ങൾ പട്ടിണിയാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് ജീപ്പ് ഉടമകളും തൊഴിലാളികളും പറയുന്നു. മൂന്നാറിന്റെ ഉൾപ്പെടെ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സാമ്പത്തിക നിലയെ കാര്യമായി ബാധിക്കുന്നതാണ് ജീപ്പ് സവാരി നിരോധനം.
ജീപ്പ് ഉടമകളെയും ജീവനക്കാരെയും മാത്രമല്ല വഴിയോര കച്ചവടക്കാരെയും ഹോം സ്റ്റേ നടത്തിപ്പുകാരെയും ഉൾപ്പെടെ പ്രതിസന്ധിയിലാക്കുന്നതാണ് നടപടി. എന്നാൽ സുരക്ഷ മുൻനിർത്തി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം. മുൻപ് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചില്ല. അതുകൊണ്ട് തന്നെ നിരോധനവുമായി മുന്നോട്ട് പോകുമെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മുടെ ടൂറിസം രംഗത്തിലുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ചിലർ അൺഓർഗനൈസ്ഡ് സെക്ടറിലുണ്ട്, നമുക്കത് ഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് കൊണ്ടുവരണം. പിന്നെ ടൂറിസ്റ്റിലേക്ക് ഉള്ള ബേസിക് കമ്മ്യൂണിറ്റീസ് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ ഇതിനുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടി നമ്മൾ ഓൺലൈൻ ബുക്കിംഗ്, ഓൺലൈൻ പേയ്മെന്റ്, ഓൺലൈൻ വെബ്സൈറ്റ്സ് കാര്യങ്ങൾ കൂടി കൂടുതലായിട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇന്ന് കൂടുതൽ മെയിനായിട്ട് ഉന്നയിച്ച കാര്യങ്ങൾ. നിലവിലെ ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസിലേക്ക് ഉള്ള വഴി എത്രമാത്രം സേഫാണ്, എത്രമാത്രം നമുക്കത് അനുവദീയമാണ് എന്നുള്ളത് കണ്ടെത്താനാണ് നിലവിലുള്ളത്. പുതിയതല്ല, പുതിയതിലേക്കുള്ള സമയമുണ്ട്. ഒരാളുടെ മരണത്തിനിടയായ സാഹചര്യത്തിലാണ് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 2019-ലും 20-ലും 22-ലും ഇതേ തരത്തിൽ ദുരന്ത നിവാരണ സമിതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 8 മാസം മുൻപും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെങ്കിലും അതും പാലിക്കപ്പെട്ടില്ലെന്ന് കളക്ടർ പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വട്ടപ്പാറയിൽ സർവീസ് റോഡ് ബന്ധിപ്പിക്കാതെ ദേശീയപാത അവസാനിപ്പിക്കുന്നതിൽ പ്രതിഷേധം. വികലമായ ഹൈവേ വികസനത്തിനെതിരെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജനകീയ പ്രതിഷേധ സഹായത്തിൽ പങ്കെടുത്തു. ദേശീയപാത ജോലിയുടെ ഭാഗമായി വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ് അടയ്ക്കുന്നതിനെതിരെയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തു വന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ജോലിക്കെതിരെയാണ് സർവകക്ഷി നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചത്. വട്ടപ്പാറ വയഡക്ട് പാലത്തിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നം പ്രൊഫസർ കെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. KNRC എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ പ്രോജക്ട് ഡിപ്പാർട്ട്മെന്റും നിഷേധാത്മകമായ നയങ്ങളാണ് സ്വീകരിച്ചു വരാറുള്ളത്. റോഡടയ്ക്കുന്നതോടെ നവീകരണ ജോലികൾ പൂർത്തിയായ ദേശീയപാതയും കടന്ന് തിരിച്ച് വളാഞ്ചേരിയിലേക്ക് പ്രവേശിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ഇതോടെ വളാഞ്ചേരി നഗരത്തിലെത്താൻ യാത്രക്കാർ കഷ്ടപ്പെടും. വട്ടപ്പാറയിൽ നിന്നുമുള്ള സർവീസ് റോഡ് അടയ്ക്കുന്നതോടെ കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികളും നഗരത്തിലെ ആശുപത്രികളെ ആശ്രയിക്കുന്നവരും പെടും. ഇത് ഞങ്ങളുടെ ജീവിത നിലനിൽപ്പുമായി ബന്ധപ്പെട്ട സമരമാണ്. വളാഞ്ചേരിയിലേക്കും കാവുമ്പുറത്തേക്കുള്ള റോഡ് പൂർണ്ണമായും അടക്കാനാണ് തീരുമാനമെങ്കിൽ വളരെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നമ്മളൊരു സുപ്രഭാതത്തിൽ നമ്മൾ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഈ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി ഇവിടുത്തെ സർവീസ് റോഡ് അവസാനിപ്പിക്കാനുള്ള ഒരു പ്രവണതയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. വളാഞ്ചേരിയിലേക്ക് പോകേണ്ടവർ ദേശീയപാത വഴി ഓണിയൻ പാലത്തിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് വളാഞ്ചേരിയിലേക്ക് പോകണമെന്നാണ് നിർദ്ദേശം. കാവുംപുറത്തേക്കും വളാഞ്ചേരിയിലേക്കും എത്താൻ കഞ്ഞിപ്പുര പഴയ റോഡ് വഴിയും ഇനി യാത്ര ചെയ്യേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തിയത്. ന്യൂസ് 18 തിരൂർ. ഉദ്യോഗസ്ഥരെ MLA വിമർശിച്ചതിനു പിന്നാലെ പട്ടാമ്പി നഗരത്തിൽ റോഡ് നിർമ്മാണ ജോലികൾ തുടങ്ങി. കുഴികൾ നിരപ്പാക്കലാണ് ആദ്യത്തെ ജോലി. പാതയോരത്തെ ലൈറ്റുകളും മാറ്റി സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഉദ്യോഗസ്ഥരെ MLA മുഹമ്മദ് മുഹസിൻ രൂക്ഷമായി വിമർശിച്ചത്. KSEBയ്ക്കും വാട്ടർ അതോറിറ്റിക്കും വിമർശനം കേൾക്കേണ്ടി വന്നു. ബാക്കിയുള്ള എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ അതിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ മഴക്കാലത്തിന് മുമ്പ് നമ്മൾ ടൗൺ നന്നാക്കാൻ കഴിയാതെ പോയത് KSEBയുടെ പോസ്റ്റ് മാറ്റലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റലും രണ്ടും ഡിലേ ആയിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അതിപ്പോഴും കംപ്ലീറ്റ് ചെയ്യാത്തത്? അലക്സ് വരെയുള്ളത് ചെയ്യാലോ, പിന്നെയും നീട്ടിക്കൊണ്ടുപോകുന്നതിന്റെ കാരണം എന്താ? ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ കുറെ ദിവസമായിട്ട് നിങ്ങൾ ചോദിക്കുന്നതാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പഴയതുപോലെ ഇപ്പൊ പുലാവന്തോള് മുതൽ പെരിന്തൽമണ്ണ വരെയുള്ളത് 100 കോടിയുടെ റോഡാണ്. പെരിന്തൽമണ്ണ അപ്പുറത്തേക്ക് പട്ടിക്കാട് വരെയുള്ള റോഡ് അത് ആ നിലവിലുള്ള വീതിയിൽ അങ്ങനെ ചെയ്തു പോയത്. അതേപോലെ ഈ റോഡും ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. KSEBയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് മാറ്റുന്ന ജോലി ഉടൻ തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. മുഹമ്മദ് മുഹസിൻ MLAയുടെ നിർദ്ദേശപ്രകാരം KRFBയുടെ നേതൃത്വത്തിൽ നിർമ്മാണവും ആരംഭിച്ചു. ദേശീയ പണിമുടക്ക് ദിനത്തിലാണ് റോഡിൽ ജോലികൾ തുടങ്ങിയത്.
ചെർപ്പുളശ്ശേരി റോഡിലെ ഹൈമാസ് ലൈറ്റുകളും മറ്റു ലൈറ്റുകളും മാറ്റുന്ന പ്രവൃത്തികളും നടന്നുവരുന്നു. കൽപ്പക ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയാണ് റോഡിൽ കുഴിയുള്ള ഭാഗങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ച് നിരത്തി ഗതാഗത യോഗ്യമാക്കുന്നത്. പണിമുടക്കായതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവായതും ജോലികൾ നടത്താൻ സൗകര്യമായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ മഴയിൽ നിറയുന്ന ചെളിക്കെട്ടിൽ വലിയ ദുരിതം അനുഭവിച്ചാണ് ജനങ്ങൾ സഞ്ചരിക്കുന്നത്. നിരവധി അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. കുഴികൾ നിരത്തി നിരപ്പാക്കുന്നതോടെ ഗതാഗതം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 പട്ടാമ്പി. താനൂരിൽ മത്സ്യബന്ധന വള്ളത്തിലുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ബുറാഖ് എന്ന പേരിലുള്ള വള്ളത്തിലാണ് അപകടമുണ്ടായത്. ചെട്ടിപ്പടി സ്വദേശികളായ അലി അക്ബർ, മാമുക്കോയ, അഷ്റഫ് എന്നിവർക്കാണ് പരുക്കേറ്റത്. നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും TDRF വളണ്ടിയർമാരും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനാപുരം ചെമ്മാൻ പാലത്ത് വാഹനാപകടം. ചെങ്ങന്നൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോയ ചരക്ക് ലോറിയും തമിഴ്നാട്ടിൽ നിന്നും ആലപ്പുഴയിലേക്ക് പോയ ട്രെയിലർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ചരക്ക് ലോറിയിലെ ഡ്രൈവർ ചെങ്ങന്നൂർ സ്വദേശി ശരത്തിനെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 5:30ഓടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് ഓമശ്ശേരിയിൽ നടന്ന വാഹനാപകടത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. താറോലിലാണ് ബസ്സും ട്രെയിലർ ലോറിയും കൂട്ടിയിടിച്ചത്. ബസ്സിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യമാണ് പുറത്തുവന്നത്. കോഴിക്കോട് അത്തോളിയിലും കക്കയത്തും പുഴകളിൽ കാണാതായ യുവാക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. കക്കയം ഡാം റിസർവോയറിന് സമീപം പഞ്ചവടി പുഴയിൽ കുളിക്കുന്നതിനിടെയാണ് കിനാലൂർ പൂളിക്കണ്ടി സ്വദേശി അശ്വിൻ മോഹൻ അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അശ്വിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അത്തോളി കൂനിയിൽ കടവ് പുഴയിൽ ചാടിയ അത്തോളി ആലൻചുവട് സ്വദേശി വൈഷ്ണവിന്റെ മൃതദേഹവും കണ്ടെത്തി. പുഴയിൽ കുറുകെ കെട്ടിയ വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. കണ്ണൂർ ഉളിയിലെ ഖദീജ വധക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. KN ഇസ്മായിൽ, KN ഫിറോസ് എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. ഖദീജ 2ാം വിവാഹം കഴിക്കുന്നതിന്റെ വിരോധത്തിലായിരുന്നു കൊലപാതകമെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. 2012 ഡിസംബർ 22-നാണ് കൊലപാതകം നടന്നത്. തിരുവനന്തപുരം RK മാൾ ഉദ്ഘാടനം ചെയ്ത് നടിയും മോഡലുമായ സണ്ണി ലിയോണി. 8 വർഷത്തിനു ശേഷം കേരളത്തിലെത്തിയ സണ്ണി ലിയോണിയെ കാണാൻ ചെറുപ്പക്കാരുടെ വലിയ നിരയാണ് എത്തിയത്. ഇന്ത്യയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേരളമാണെന്നും സണ്ണി ലിയോണി പറഞ്ഞു. 2017 ഓഗസ്റ്റ് 16 കൊച്ചി. അന്ന് കേരളീയ പൊതുസമൂഹത്തിന് അത്ര പരിചിതമല്ലാത്ത സണ്ണി ലിയോണിയെ കാണാൻ ആർത്തിരമ്പിയ ചെറുപ്പക്കാരെ കണ്ട് മുതിർന്നവരുടെ കേരളം അത്ഭുതപ്പെട്ടു. വർഷം 8 കഴിഞ്ഞിട്ടും സണ്ണി ലിയോണി ആരാധകരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ എത്തിയ തലസ്ഥാനത്തെ ആരാധകർ ആവേശ ചുവടുകളോടെയാണ് സണ്ണി ലിയോണിയെ വരവേറ്റത്. RK മാളിന്റെ 9ാമത് ഷോറൂം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യാനായിരുന്നു താരത്തിന്റെ വരവ്. തുടർന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി. തനിക്ക് നേരിടുന്ന ഹെയ്റ്റിനെ കുറിച്ചും സണ്ണി തുറന്നു പറഞ്ഞു. Because there's more people who show so much love than there is hate, and I always believe on social media anyways, even if you're hating me, you're giving me views on the page, so I'm fine with that. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ആരാധികയുടെ ആഗ്രഹവും നിറവേറ്റി. എന്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ് 18. മുത്തൂറ്റ് മിനി ഫൈനാൻസിയേഴ്സിന്റെ ബാംഗ്ലൂരിലെ സോണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് ഉദ്ഘാടനം ചെയ്തു.
വ്യാതരായണപുര തലക്കാവേരി ലേഔട്ടിലെ അമൃതഹള്ളി മെയിൻ റോഡിൽ പ്ലാനറ്റ് പ്ലാസയിലെ പ്രോപ്പർട്ടി നമ്പർ 489 പുതിയ സോണൽ ഓഫീസ്. മുത്തൂറ്റ് മിനി ഫൈനാൻസിയേഴ്സ് ബാംഗ്ലൂർ സോണൽ ഹെഡ് സാം സക്കറിയ, റെസിഡന്റ് ഡയറക്ടർ സാറാമ മാമൻ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,020 രൂപ, പവന് 72,160 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,440 രൂപ, പവന് 59,520 രൂപ. വെള്ളി ഗ്രാമിന് 119, കിലോയ്ക്ക് 1,19,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സകലമാന കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.